എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ അഖിൽമാരാരെ കുറിച്ചാണ്. ഈ അഖിൽമാരാരെ കുറിച്ച് പറയാൻ കുറച്ചുണ്ട്. കാരണം പുള്ളിയാണ് ചാണക്യ ബുദ്ധി, ഏറ്റവും ബുദ്ധി കൂടിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു വിചാരം. അതിൻ്റെ ഒരു കാര്യം എന്താണ് ഞാൻ അങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ പുള്ളി കളിച്ച ഗെയിം നേർക്ക് നേരെ വന്ന എല്ലാവരെയും വെട്ടി നിരത്താൻ ബുദ്ധിപൂർവ്വം കളിച്ചു. അല്ലാതെ വേറെ പരിപാടിയൊന്നുമല്ല. ബുദ്ധിപൂർവ്വം കളിച്ച് സകല ആൾക്കാരെയും വെട്ടി നിരത്തി പുള്ളി കപ്പ് നേടി. അത് ആ കളി ശ്രദ്ധിക്കുമ്പോൾ അറിയാം ചാണക്യ ബുദ്ധിയാണ്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് സത്യം പറഞ്ഞ ഈ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയാണോ എന്താണോ എല്ലാവരും പറയുന്നതിൻ്റെ ആരും ചിന്തിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു പോയി വേറെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് അത് മണ്ടത്തരോ എന്ന് പറഞ്ഞാൽ ലോക മണ്ടത്തരോ ആയിട്ട് വിളിച്ചു പറഞ്ഞ്, അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കുക, കുറേ അധികം സ്വർണം, അത് വ്യക്തിപരമായ കാര്യമാണ്. എന്നാലും മീഡിയക്കാർ ചോദിക്കും ഇതെല്ലാം സ്വർണ്ണമാണോ, വളമാല, പിന്നല്ലേ ഇതൊക്കെ സ്വർണ്ണമായെന്ന് പറയാം. അതൊക്കെ ഒരു പൊങ്ങച്ചം പോലെയൊക്കെ തോന്നാറുണ്ട് കാണുമ്പം. അതും പോരാഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് ഇപ്പം ഞാൻ ഈ അടുത്ത ഒരാൾ പറയുന്ന കേട്ട് ഈ 1,00,000 രൂപ പവനായതിന് ശേഷം 4-5 പവന്റെ മാലയൊക്കെയാണല്ലോ സാധാരണ ആൾക്കാരുടെ സ്ത്രീകളുടെ കഴുത്തേലുണ്ട്. അപ്പൊ അത് ഇട്ടുകൊണ്ട് നടക്കാൻ പേടിയായിട്ട് ചെറിയ മാല മേടിച്ചിട്ടുകൊണ്ട് നടക്കാണ്. കാരണം സ്വർണത്തിന് വില കൂടിയപ്പോൾ ഭയമുണ്ട് ആൾക്കാർ. ആ സ്ഥാനത്താണ് മാരാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ മാരാർ ഇന്നാള് കേന്ദ്രത്തിനെതിരെ പറഞ്ഞു, അത് കേസായി. രണ്ടാമത് ദിലീപിന്റെ കേസിൽ പറഞ്ഞ വാചകം ഓർക്കുന്നുണ്ടോ? എന്തോ ആയിക്കോട്ടെ, ദിലീപിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ പറഞ്ഞ വാചകത്തിലെ മണ്ടത്തരം നിങ്ങൾക്കറിയാവോ? കാറിൽ വെച്ച് അങ്ങനെ ഒരു റേപ്പോ ഒരു പരിപാടി നടക്കില്ലെന്ന്. എത്ര വലിയ മണ്ടത്തര! ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന പോലീസുകാരെ വിളിച്ച് ചോദിച്ചു ചെയ്താൽ നമ്മുടെ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ വഴികളിൽ കാറ് കിടന്നിട്ട് അനാശാസ്യത്തിന് കാറേന്ന് പിടിച്ചിട്ടുള്ള എത്ര കേസ് അവർ പിടിച്ചിട്ടുണ്ടെന്ന് അവരോട് ചോദിച്ചാൽ അറിയാം. അഖിൽമാരാർ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്, അന്ധമായിട്ട് അങ്ങ് പറയരുത്. ഏറ്റവും അവസാനം പറഞ്ഞ് ഷിംജിത, കേരളം മൊത്തം ഒരേ സൗണ്ടിൽ ഷിംജിത കുറ്റം പറയാൻ, അവളെ കിട്ടിയ കൊല്ലണമെന്നുള്ള രീതിക്ക് സ്ത്രീകൾ തന്നെ പ്രതികരിക്കുന്ന ഒരു കാലഘട്ടം. ശ്രീലക്ഷ്മി അറക്കലിനെ പറ്റി അവളും വേറെ 1-2 മറ്റേ അഞ്ജലി അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അഖിൽമാരാർ വന്ന് പറയുന്നത്. അത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, രാഹുൽ ഈശ്വർ കാശ് കൊടുത്തത് പുള്ളിക്കാരന് രാഹുൽ ഈശ്വറിന്റെ പേര് കയറി വരുന്നതിന് എന്തോ തോന്നി, ഒരു അസൂയാന്ന് എനിക്ക് തോന്നുള്ളൂ. അതിനൊരു കാര്യം പറഞ്ഞു. ഇപ്പം മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുന്നേ രാഹുൽ ഈശ്വർ പൈസ കൊടുത്തതിന് 3,00,000 രൂപ രാഹുൽ ഈശ്വർ, അത് ദീപകിന്റെ ജനുവരി 17-ാം തീയതി ദീപകിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേ ദിവസം ഇനി പുരുഷ അവകാശ ദിനമായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. രാഹുൽ ഈശ്വർ പുരുഷ സംഘടന ഉണ്ടാക്കാനിരിക്കുന്ന ആളാണ്, അറിയാം. അപ്പം അവരുടെ ആ സംഘടനപരമായിട്ടാണ് അവർ ആ പൈസ കൊണ്ടു കൊടുത്തത്, അല്ലാതെ പേരെടുക്കാനല്ല. അപ്പം അതിനെ ചൊല്ലി പറയുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും. എന്നാലും ഒന്നുകൂടെ കണ്ടു. വേണ്ടപ്പെട്ട ഒരാളെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് കുറച്ച് പൈസ കൊടുത്തു നീ അക്സെപ്റ്റ് ചെയ്യൂ? എന്ത് മര്യാദ വർത്താനം പറയുന്നത്? എനിക്ക് ഇപ്പം എന്റെ അച്ഛനെ ആരെങ്കിലും ഒരു കാലത്ത് ഇല്ലാതാക്കിയതിനു ശേഷം എനിക്ക് കുറച്ച് പൈസ കൊടുത്ത് തരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആയിരിക്കാൻ അല്ല, ആരാ പൈസ കൊടുത്ത് സഹായിക്കുന്നത് തെറ്റല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ കടലിൽ ജോലിക്ക് പോയിട്ടുള്ള 2 നാവികം കപ്പലിലുള്ളവരെ നമ്മൾ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് വന്നു. അന്ന് ഇറ്റലി പറഞ്ഞു നമ്മൾ ഒരുപാട് പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ അനുകൂലിച്ചായിരുന്നു. ഇല്ല, നമുക്ക് ആ പൈസ വേണ്ടെന്നാ പറഞ്ഞത്. നമ്മളതിന് ആ നിയമ പോരാട്ടം നമ്മൾ നടത്തി. അപ്പം ഇപ്പൊ അതാ ഇപ്പൊ ഒരു വണ്ടി ഓടിച്ച ഒരാൾ മദ്യപിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കാതാണ് വരാതെ നോക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഭവിക്കുന്നതിന് മുന്നേ ഞാനിത് കുറെ നാൾ മുന്നേ പറയുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടന്റിന് വേണ്ടിയല്ല പറഞ്ഞത്, ഞാനിത് തടയാൻ വേണ്ടിയാ പറഞ്ഞത്. ഇത്തരത്തിൽ കാണിക്കുന്ന ആൾക്കാർക്കെതിരെ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ആരും ശ്രദ്ധിച്ചില്ല. അഖിൽമാരാർ എന്താ ചിന്തിക്കാതെ സംസാരിക്കുന്നത്? ഈ നാവികരെ ഇറ്റലിക്കാർ കൊന്നതല്ലേ, കൊന്നവരുടെ കാശ് നമുക്ക് വേണോ? അത് വേണോ? അതും ഇതുമായിട്ട് സാമ്യപ്പെടുത്തി സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാ എനിക്ക് കൂടുതൽ തോന്നിയിട്ട് രാഹുൽ ഈശ്വർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തു. വേറൊരു കാര്യം നിങ്ങൾ ഓർക്കുക, പബ്ലിസിറ്റി അങ്ങനെ ആക്കുന്നത് ഇപ്പം മലബാർ ഗോൾഡ് രാഹുൽ ഈശ്വറിനോട് ഞങ്ങൾ 1,00,000 രൂപ പിരിച്ചു തരാം, ബാക്കിയും കൂടെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. അത് രാഹുൽ ഈശ്വർ ഇങ്ങനെ പൈസ കൊടുക്കുന്നതുകൊണ്ടാണേ ചെയ്തത്, പബ്ലിക് ആയതുകൊണ്ടല്ലേ അത് ചെയ്തത്. അതോടൊപ്പം ഇവർക്ക് ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും പൈസ വേണ്ട എന്ന്, നിങ്ങളുടെ അച്ഛനെ കൊന്നിട്ട് കുറെ പൈസ കൊണ്ട് തന്നാൽ നിങ്ങൾക്കത് പകരമാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരാളുടെ ജീവന് പകരം ആവില്ല പണം. പക്ഷേ ഇവിടെ ഈ ദീപകിന്റെ അച്ഛനും അമ്മയും പ്രായമായി, അവർക്ക് ഇനി പോയിട്ട് അവർക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവേ. പിന്നെ ഇത്രയും പ്രായമായ ആൾക്കാർക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള ഒക്കെ അസുഖങ്ങളുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവാം, ഇല്ലെങ്കിൽ പ്രായത്തിൻ്റെതായ അസുഖങ്ങളുണ്ടാവാം. അപ്പൊ അവർക്കൊരു മരുന്ന്, ഇന്നത്തെ മരുന്നിന്റെ വില തന്നെ അറിയാലോ, മരുന്ന് വാങ്ങണേ പോലും അവരെ നോക്കിക്കൊണ്ടിരുന്ന
അവരുടെ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ വാർത്ത ഇന്ന് കഴിഞ്ഞു, ഇന്നത്തെ വാർത്ത നാളത്തെ ചവിട്ടുകൊട്ട എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു, നാളെ അത് കഴിഞ്ഞു വിട്ടു. അവരെങ്ങനെ ജീവിക്കും? അപ്പൊ അവർക്ക് ആരെങ്കിലുമൊക്കെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. അല്ലാതെ ദീപകിന്റെ ജീവന് പകരം രാഹുൽ ഈശ്വർ കൊണ്ട് പൈസ കൊടുത്തു എന്നല്ല വരണ്ടേ. അങ്ങനെയാണെങ്കിൽ ഓരോ മരണത്തിനും ഗവൺമെന്റ് 5 ലക്ഷവും അതും ഇതുമൊക്കെ പ്രഖ്യാപിക്കാറില്ലേ ഓരോ ദുരന്തം വരുമ്പോഴൊക്കെ? അതെല്ലാം ആ ജീവന്റെ വിലയായിട്ടോ അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ട് ജീവിക്കാൻ അവർക്ക് ജീവിക്കണം. ആ അച്ഛനും അമ്മയും പ്രായം ചെന്ന കുറെ ഏറെ തുക, ഞാൻ പറയുന്നത് അവളുടെ കയ്യിൽ നിന്ന് ഒരു വൻ തുക, ഷിംജിതയുടെ കയ്യിൽ നിന്ന് ഒരു വൻ തുക കോടതി ഈടാക്കി ബാങ്കിലിട്ട് കൊടുക്കണം ഇനിയുള്ള കാലം ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും ജീവിക്കാൻ. അപ്പം ഈ അഖിൽമാരാർ ഇപ്പൊ ഇങ്ങനത്തെ വിവരക്കേട് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അടുത്ത് മല്ലിക സുകുമാരൻ അഖിൽമാരാരെ കുറിച്ച് പറഞ്ഞ കേൾക്കാം. മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽമാരാർ? രജിസ്റ്റാറോ? മണിക്കുട്ടൻ ഓർ രജിത് സാർ ഓർ അഖിൽമാരാർ? രജിസ്റ്റാർ ആര്? രജിത് സാർ എന്ന് പറഞ്ഞ ഒരു എന്താ ബിഗ് ബോസിലെ ഒരു താരമായിരുന്നു. മനസ്സിലായി, മറ്റേ താടിയൊക്കെ ഇതിലാരാ? എനിക്ക് ഏറ്റവും ഇഷ്ടം അഖിൽമാരാരെയാ. തീരെ ഇഷ്ടമില്ല. കാണുന്ന വടിയെ പോകുന്ന ചെണ്ടയ്ക്ക് എല്ലാം എടുത്തിട്ട് അടിക്കുന്ന ഒരു തന്നെ. അവൻ ഞാൻ ആദ്യം കാണുന്നത് കൊട്ടാരക്കര ഒരു ഫംഗ്ഷൻ നടത്തി, ഫ്ലവേഴ്സ്, ബിഗ് ബോസ് ഇന്ന് വന്ന സമയത്ത്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരു സാമർഥ്യമുള്ള ചെറുപ്പക്കാരൻ. പക്ഷെ ഇങ്ങനെ ഒരു കൂലി വേലക്കാരനെ പോലെ ഇയാൾക്ക് വ്യക്തമായ സ്വന്തം അഭിപ്രായം ഉണ്ടാവുന്ന വിചാരിച്ചേ ഇല്ല, ചുമ്മാതാ. ഒരു ഭയങ്കര അഭിനേതാവാ. പക്ഷെ സിനിമയിലുണ്ട് അഭിനയിച്ചത് പറ്റിയില്ല, അല്ലാതെ അഭിനയിക്കാൻ മിടുക്കനാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞാനന്ന് അവിടെ വെച്ച് പറയുകയും ചെയ്തു നല്ല മിടുക്കനാന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരെ പിന്നെ അങ്ങോട്ട് എന്ത് കണ്ടിട്ടാണ് ഇയാൾ പറഞ്ഞത് ഈ അടുത്ത കാലത്ത്? പൃഥ്വിരാജ്, പുതിയ ആൾക്കാർ കഷ്ടം എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? അവൻ്റെ അടുത്തിരിക്കുന്ന എല്ലാ പടത്തിലും പുതിയ ആൾക്കാരാണ്. കുരുതി തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവൻ്റെ വേറെ ഇപ്പോൾ മോഹൻലാലിൻ്റെ പടത്തിൽ ഡയറക്റ്റ് ചെയ്യാൻ പോയപ്പോഴുള്ള കാര്യമല്ല ഞാനീ പറഞ്ഞത്. അവൻ്റെ പൈസ മുടക്കി എടുക്കുന്ന പടത്തിലൂടെ മ്യൂസിക് ഡയറക്ടേഴ്സ്, ആർട്ടിസ്റ്റുകൾ, റൈറ്റേഴ്സ് എല്ലാം ചോദിച്ചു നോക്കട്ടെ എല്ലാവരുടെയും കാര്യങ്ങൾ. ഒന്നും അന്വേഷിക്കണ്ട, ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ വല്ല കാര്യസാധ്യത ഉണ്ടെങ്കിൽ വെച്ച് ബൈക്കൂടെ അങ്ങനെ അടിക്കാനായിട്ട് പറ്റിയാണ് അങ്ങനെയൊക്കെ പറയാനാണ്. ഞങ്ങൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. പിന്നെ പാവം കൊച്ചൻ ജീവിച്ച് പോട്ടെന്ന് വിചാരിച്ച് കഷ്ടം, പാവം കൊച്ചു ചെറുപ്പക്കാരൻ പയ്യൻ. നമ്മളത് അവനവിടെ കിടക്കുന്നു, ഞാനവിടെ കിടക്കുന്നു. എനിക്ക് 71 വയസ്സായി. വളർന്നു വരുന്ന ഒരു കലാകാരൻ്റെ നേരെ നമ്മളാരും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് 71 വയസ്സെന്ന് പറയണ്ട. ചേച്ചിക്ക് അത്ര വയസ്സൊന്നും തോന്നുന്നില്ല. എന്തായാലും ശരി. അതെങ്ങനെയുണ്ട്? അതെങ്ങനെ ഉണ്ടായിരുന്നു? അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിയോട് എന്തെങ്കിലുമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നത് ഈ തരം ലൂസ് സ്റ്റോക്കിലൂടെ എനിക്ക് പോയി കിട്ടി. ഇപ്പൊ ഞാനൊരു ട്രോളറായിട്ടാണ് കാണുന്നല്ലേ? അതേ ഉള്ളൂ. പിന്നെ ഇഷ്ടം ആരെയാണ് ഈ 3 പേരിലെന്ന് ചോദിച്ചാൽ മണിക്കുട്ടൻ. കമന്റ് ബോക്സിലും ഉണ്ട് ഒരു പൊങ്ങച്ചവും അലവലാതിയായി തീർന്നത്. ശരിക്കും ബിഗ് ബോസിൽ നിന്ന് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടായിരുന്നതാണ്. നമുക്ക് അന്നേരം ഒരു ബുദ്ധി കൂടിയ ഒരാൾ. പിന്നെ ഇപ്പോഴും ബുദ്ധി ഇല്ല, ജീവിക്കാൻ ബുദ്ധി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി ഇത്രയും പൈസക്കാരനാകാൻ, ഇപ്പം കൊട്ടാരക്കരയിൽ നിന്ന് എറണാകുളം പോലെ ചിലവേറിയ ഒരു ടൗണിൽ വന്ന് ഇതുപോലെ ജീവിക്കാനും ഇതുപോലെ കാറും വീടും ഫ്ലാറ്റും ഒക്കെ വാങ്ങാനും അങ്ങനെയെല്ലാം സാധിച്ചത് എന്തിൻ്റെ പേരിലാണേലും നല്ലൊരു ബുദ്ധി കൂടുതലായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ലൂസ് സ്റ്റോക്ക് എന്ന് പറയുന്ന പോലെ ആരൊക്കെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, ഇപ്പം അതിജീവിതയുടെ കാര്യം, ദിലീപിൻ്റെ ഒക്കെ കാര്യം, ജനങ്ങൾ അത് കീറി മുറിച്ച് പരിശോധിച്ച് ഓരോ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു നിന്നിട്ട് കാറിൽ വെച്ച് ഈ പറയുന്ന പോലെ ഒന്നും നടക്കില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു എന്നാ ബുദ്ധിയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക? ഒരു ബുദ്ധിയില്ല. അതുപോലെ ആരേലും അഖിൽമാരാരുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളർന്നു വരുന്നവരാണ്. അവരൊരിക്കലും പക്ഷാഭേദമായിട്ട് സംസാരിക്കരുത്. ദിലീപിനോട് ഇഷ്ടമുണ്ടെന്നൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയാതെ ഒന്നും സംസാരിക്കരുത്. പിന്നീട് ആ കേസ് ഇപ്പം കണ്ടോ, പോയി ജഡ്ജിയുടെ കാര്യങ്ങളും അതും ഇതുമൊക്കെ പുറത്ത് വരുന്നത് നമ്മൾ കേട്ടില്ല. അപ്പോൾ അങ്ങനെ പറയരുത്. 2 ഭാഗവും ശരിക്കും പഠിച്ചതിന് ശേഷം അഖിൽമാരാരൊക്കെ സംസാരിക്കാവുള്ളൂ. ലൂസ് സ്റ്റോക്ക് ശരിക്കും ശരിയാ. ചുമ്മാ പൊങ്ങച്ചാൻ കാണിച്ച് ഇപ്പം തന്നെ വെറുതെ അയ്യോ എന്നെക്കാട്ടും കൂടുതൽ രാഹുൽ ഈശ്വർ ഈ അടുത്ത് ജയിലിലും ഒക്കെ പോയി തിരിച്ചു വന്ന് ഇപ്പം എന്നെക്കാട്ടും കൂടുതൽ അവൻ്റെ ഒരു പേര് മങ്ങിയാലും ഇപ്പം അത് വീണ്ടും കയറി വരുന്നു. ഇവന് അവിടെ കൊണ്ട് 3 ലക്ഷം രൂപ കൊടുത്തു, എനിക്കൊന്നും കൊടുക്കാനും പറ്റിയില്ല എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് അവർക്ക് പൈസ ഒന്നുമല്ല വേണ്ട, അവരുടെ മകന് പകരം ആവുമോ എന്ന് ചോദിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് സത്യമാണ്. ഒരു ജീവന് പകരം ആവില്ലല്ലോ, അതൊരു സത്യമല്ലേ എന്ന്. പക്ഷെ എന്നാലും അത്രയും പ്രായമുള്ള ഇപ്പം മരിച്ചവരും മരിച്ചു, ആരാണേലും മരിച്ചു. പുത്രതത്വമാണ് ഏറ്റവും വലുത്. ഒരു പുത്രൻ നഷ്ടപ്പെട്ടിട്ട് ഇനി അങ്ങോട്ട് ഒരു ദിവസം തള്ളി നിൽക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവർക്ക്.
പക്ഷെ അവരത് തള്ളി നീക്കുമ്പോൾ അവർക്ക് വായു ഭക്ഷിച്ച് ജീവിക്കാൻ പറ്റുമോ? ഫുഡ് തന്നെ കഴിക്കണ്ടേ? അതിനുള്ള വരുമാനം അവർക്കില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു തുക, ഞാൻ ആദ്യം പറഞ്ഞാൽ ആ ഷിംജിതയുടെ കയ്യിൽ നിന്ന് എത്ര മേടിച്ചാലും മതിയാവില്ല, അത്രയും മേടിക്കണം. അവിടെ ഒരു റീൽസ് എടുക്കാൻ ഒരാളെ പച്ചയ്ക്ക് തിന്നേച്ച് നടക്കുന്ന അവളുടെ കയ്യിൽ നിന്നും കൂടെ മേടിച്ച് അവർക്ക് പൈസ കൊടുക്കണം. കാരണം അവർക്ക് തന്നെ കഴിച്ചാൽ ഞെക്കി ചാവാൻ പറ്റത്തില്ലല്ലോ. പ്രായം ചെന്ന മനുഷ്യരല്ലേ, അവര് വായു ഭക്ഷിച്ച് ജീവിക്കുകയല്ല. അല്ലാതെ അഖിൽമാരാർക്ക് ചുമ്മാ മീഡിയക്ക് മുന്നിൽ നിന്ന് സാഹിത്യം പറഞ്ഞാൽ മതി. പണത്തിന്റെ ഇതിൽ കിടക്കുന്നതുകൊണ്ട് അഖിൽമാരാർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ പണ്ട് ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു, അവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട് സിനിമാ ലോകത്ത് വന്ന് ഇപ്പൊ ജയസൂര്യ ആണേലും പലരും ഉണ്ട്. അവർ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോൾ അവർ പുറകോട്ടുള്ള എല്ലാം മറന്നിട്ട് പിന്നെ മൊത്തം അവരുടെ ക്യാരക്ടറെ മാറി കാണിക്കുന്ന മുഴുവൻ കള്ളത്തരം വിവരക്കേടുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ചെറുപ്പകാലത്ത് വിഷമങ്ങൾ അനുഭവിച്ചവരാന്നോർത്ത് നല്ലവരായി എവിടെ, അങ്ങനെയൊന്നും ഇല്ല ഇപ്പം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.